അടുത്ത 6 മാസത്തിനുള്ളിൽ നിങ്ങളുടെ ചിന്താരീതി മാത്രം മാറ്റിക്കൊണ്ട് നിങ്ങൾക്ക് ധനികനാകാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇത് കേൾക്കാൻ വിചിത്രമായി തോന്നിയേക്കാം. പക്ഷേ ദയവായി ശ്രദ്ധിക്കുക. ഭൂരിഭാഗം ആളുകളും ഒരു സാമ്പത്തിക യാഥാർത്ഥ്യത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇതിന്റെയെല്ലാം വേരുകൾ അവരുടെ നിയന്ത്രണത്തിലല്ല. ഒരു അദൃശ്യവും നിശബ്ദവും എന്നാൽ അത്യധികം ശക്തവുമായ ഒരു കാര്യമാണ് ഇതിന് കാരണം. അതിനെയാണ് പാരഡൈം എന്ന് വിളിക്കുന്നത്. എന്റെ പേര് ബോബ് പ്രോക്ടർ എന്നാണ്. ഞാനിനി നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു സിദ്ധാന്തമല്ല, മറിച്ച് എന്റെ സ്വന്തം സത്യമാണ്. പണം സമ്പാദിക്കാൻ പ്രയാസമാണ്. ജീവിതത്തിൽ എന്തെങ്കിലും നേടണമെങ്കിൽ കഠിനാധ്വാനം ചെയ്യണം. ദരിദ്രനായി ജനിച്ചവൻ ദരിദ്രനായി തന്നെ മരിക്കും. ഇങ്ങനെയുള്ള ചിന്തകൾക്കിടയിലാണ് ഞാനും വളർന്നത്. എന്നാൽ ഒരു ദിവസം ആരോ എന്നോട് പറഞ്ഞു, ഇതെല്ലാം വെറുമൊരു മാനസിക പ്രോഗ്രാമിംഗ് മാത്രമാണ്. എനിക്കിത് മനസ്സിലായപ്പോൾ എല്ലാം മാറിമറിഞ്ഞു. ഇന്നും മിക്ക ആളുകളും ഒരു അദൃശ്യമായ ചക്രത്തിലാണ് ജീവിക്കുന്നത്. രാവിലെ എഴുന്നേൽക്കുക, ജോലിക്ക് പോകുക, തളർന്ന് തിരിച്ചെത്തുക, കഷ്ടപ്പെട്ട് ബില്ലുകൾ അടയ്ക്കുക. അവരുടെ മനസ്സിൽ ഒരു പുതിയ പദ്ധതിയോ സ്വപ്നമോ വരുമ്പോൾ ഉള്ളിൽ നിന്ന് ഒരു ശബ്ദമുയരും, ഇത് നിനക്കുള്ളതല്ല, നിന്റെ കയ്യിൽ പണമില്ല. നിങ്ങൾ ഈ ശബ്ദം എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒരുപക്ഷെ ഇന്ന് തന്നെ. ഇതുതന്നെയാണ് പാരഡൈം. നിങ്ങളുടെ ഉപബോധ മനസ്സിൽ, സബ്കോൺഷ്യസ് മൈൻഡ്, ആഴത്തിൽ വേരൂന്നിയ വിശ്വാസങ്ങളുടെയും ശീലങ്ങളുടെയും ഒരു കൂട്ടമാണിത്. നിങ്ങൾ സ്വയം തിരഞ്ഞെടുത്തവയല്ല, മറിച്ച് നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടവയാണ് ഇവ. നിങ്ങൾ ചെറുപ്പമായിരുന്നപ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് ഒരു തുറന്ന വാതിൽ പോലെയായിരുന്നു. മാതാപിതാക്കളോ അധ്യാപകരോ ടിവിയോ പറഞ്ഞതെല്ലാം നേരിട്ടതിലേക്ക് പോയി. കാലക്രമേണ ഈ കാര്യങ്ങളാണ് നിങ്ങളുടെ ചിന്തയായി, പണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ധാരണയായി, എല്ലാറ്റിനുമുപരിയായി നിങ്ങളുടെ സ്വന്തം വ്യക്തിത്വമായി മാറിയത്. അതുകൊണ്ടാണ് നിങ്ങൾ എത്ര നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചാലും എന്തോ ഒന്ന് നിങ്ങളെ എപ്പോഴും പിന്നോട്ട് വലിക്കുന്നത്. കണങ്കാലിൽ കെട്ടിയ ഒരു ഭാരമുള്ള ഇരുമ്പ് ചങ്ങല പോലെ. നിങ്ങൾ പണം സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ ഉള്ളിൽ ഭയം, സംശയം, കുറവുണ്ട് എന്ന തോന്നൽ എന്നിവയാൽ വിറയ്ക്കുന്നു. ആകർഷണ നിയമം, ലോ ഓഫ് അട്രാക്ഷൻ. നിങ്ങൾ അനുഭവിക്കുന്നത് എന്താണോ അത് നിങ്ങൾക്ക് നൽകുന്നു. നിങ്ങൾക്ക് ആയിരക്കണക്കിന് മികച്ച ആശയങ്ങളുണ്ടാകാം, പക്ഷേ നിങ്ങളുടെ ചിന്ത ദാരിദ്ര്യത്തിൻ്റേതാണെങ്കിൽ നിങ്ങൾ അറിയാതെ തന്നെ അവയെ നശിപ്പിക്കും. ഏറ്റവും അപകടകരമായ കാര്യം ഇതാണ്: നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടേതല്ല, മറിച്ച് നിങ്ങളുടെ പഴയ മാനസിക ഘടനയുടെ ഫലമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയേയില്ല. ഞാൻ ഒരിക്കലും മറക്കാത്ത ഒരു കാര്യം നിങ്ങളോട് പറയാം. 1961 എന്റെ വാർഷിക വരുമാനം ഏകദേശം 3300 രൂപയായിരുന്നു. ഞാൻ അതിലും കൂടുതൽ കടക്കാരനായിരുന്നു. ഞാൻ തകർന്നു, നിരാശനായി, ആത്മാഭിമാനം പൂർണ്ണമായും ഇല്ലാതായി. അപ്പോഴാണ് ഒരാൾ എനിക്ക് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന പുസ്തകം തന്നത്. അദ്ദേഹം പറഞ്ഞു, ബോബ്, നിനക്ക് നിന്റെ ജീവിതം മാറ്റണമെങ്കിൽ ഞാൻ പറയുന്നത് ചോദ്യം ചെയ്യാതെ ചെയ്യുക, അത് എത്ര വിചിത്രമായി തോന്നിയാലും. ഞാൻ അതുപോലെ ചെയ്തു. ഭയമുണ്ടായിട്ടും മനസ്സിലാക്കാതെയും ഞാൻ ചെയ്തു. ഒരു വർഷത്തിനുള്ളിൽ എന്റെ വരുമാനം ഏകദേശം 13 ലക്ഷം രൂപയായി വർദ്ധിച്ചു. കുറച്ചു സമയത്തിനുള്ളിൽ ഞാൻ 1 കോടിക്ക് മുകളിലെത്തി. ഒരു ഡിഗ്രിയോ ബിസിനസ് പ്ലാനോ യാതൊരു ഗ്യാരണ്ടിയോ ഇല്ലാതെ, പാരഡൈം മാറിയ ചിന്തയോടെ മാത്രം. പഴയ വ്യക്തിത്വത്തിൽ നിന്ന് പുറത്തുവരുന്ന വേദന യഥാർത്ഥമായിരുന്നു, കൊടുങ്കാറ്റിൽ വീട് ഉപേക്ഷിക്കുന്നത് പോലെ. പക്ഷേ എനിക്ക് ലഭിച്ചത് എന്റെ സങ്കല്പങ്ങൾക്കും അപ്പുറമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെയുള്ളത്. നിങ്ങൾക്കും ഇത് ചെയ്യാൻ കഴിയുമെന്ന് പറയാൻ വേണ്ടിയാണ്. ഇതിന് നിങ്ങൾക്ക് ഒരു അത്ഭുതത്തിന്റെ ആവശ്യമില്ല, വെറുമൊരു മാനസിക പരിവർത്തനം മാത്രം മതി. രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതുവരെ നിങ്ങൾ കാത്തിരിക്കേണ്ടതില്ല. നിങ്ങളെ തടയുന്നത് പുറത്തല്ല, നിങ്ങളുടെ ഉള്ളിനുള്ളിലാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ഒരുപക്ഷെ തിരിച്ചറിയാത്ത നിങ്ങളുടെ ഉപബോധ വിശ്വാസങ്ങളിൽ ഒളിച്ചിരിക്കുന്ന ഒന്നാണത്. ഇപ്പോൾ നിങ്ങളോട് തന്നെ ചോദിക്കൂ, പണം നഷ്ടപ്പെടുമോ എന്ന ഭയം കാരണം നിങ്ങൾ എത്ര തവണ ഒരു നടപടിയെടുക്കാതിരുന്നു? ഇത് ശരിയായ സമയമല്ലെന്ന് കരുതി നിങ്ങൾ എത്ര തവണ സ്വയമായി നിക്ഷേപം നടത്തിയില്ല? നിങ്ങൾ അതിന് യോഗ്യനല്ലെന്ന് തോന്നിയതുകൊണ്ട് എത്ര തവണ അവസരങ്ങൾ ഉപേക്ഷിച്ചു? ഇത് വെറുമൊരു യാദൃച്ഛികതയാണെന്ന് നിങ്ങൾക്ക് ശരിക്കും തോന്നുന്നുണ്ടോ? ഇതാണ് നിങ്ങളുള്ളിലെ മാനസിക പ്രോഗ്രാമിംഗ്. അതുകൊണ്ടാണ് പലരും വർഷങ്ങളോളം ഒരേ ജീവിതം ജീവിക്കുന്നത്. കാരണം അവരുടെ ഉപബോധ മനസ്സ് സാധാരണമായി കാണുന്നതിനെ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. പാരഡൈം മാറ്റുക എന്നാൽ ആദ്യം സ്വയം അസ്വസ്ഥമായ ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരിക എന്നതാണ്. നിങ്ങൾ വ്യത്യസ്തമായി ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ പഴയ ശബ്ദം ഉള്ളിൽ നിന്ന് അലറി വിളിക്കാൻ തുടങ്ങും, ഇത് ചെയ്യരുത്, ഇത് അപകടകരമാണ്. നിങ്ങൾ പരാജയപ്പെടും. എന്നാൽ ചിന്തിക്കൂ, യഥാർത്ഥ അപകടം എന്താണ്? അടുത്ത 10, 20 അല്ലെങ്കിൽ 30 വർഷം നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ കുടുങ്ങിക്കിടക്കുക എന്നതാണ്. ഈ കാര്യം നന്നായി മനസ്സിലാക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന സമ്പത്ത് നിങ്ങളുടെ ചിന്താരീതി മാറുന്നതിനായി കാത്തിരിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ പാരഡൈം മാറ്റുമ്പോൾ മാത്രമാണ് ഈ ചിന്ത മാറുന്നത്. വെറുതെ പോസിറ്റീവായി ചിന്തിച്ചതുകൊണ്ട് മാത്രം ഒന്നും സംഭവിക്കില്ല. നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ വീണ്ടും കോഡിംഗ് ചെയ്യണം. നിങ്ങൾ ആദ്യം സമൃദ്ധി അനുഭവിക്കണം. അപ്പോൾ മാത്രമേ അത് നിങ്ങളുടെ ലോകത്ത് പ്രത്യക്ഷപ്പെടുകയുള്ളൂ. സമ്പത്ത് നിങ്ങളുടെ വഴിയിലായിരിക്കുന്നു എന്ന മട്ടിൽ നിങ്ങൾ ജീവിക്കാൻ തുടങ്ങണം. കാരണം അത് സത്യമായും വരുന്നുണ്ട്. പക്ഷേ നിങ്ങളത് സ്വീകരിക്കാനുള്ള ശരിയായ പാതയിലായിരിക്കുമ്പോൾ മാത്രം. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു നിർദ്ദേശം വയ്ക്കുന്നു. അടുത്ത 7 ദിവസത്തേക്ക് എല്ലാ ദിവസവും രാവിലെയും രാത്രിയിലും ഉറക്കെ പറയുക, ഞാൻ സമൃദ്ധിക്കും ഐശ്വര്യത്തിനും യോഗ്യനാണ്. ഞാൻ അവസരങ്ങളെ എന്റെ അടുത്തേക്ക് ആകർഷിക്കുന്നു.
പണം എന്റെ അടുത്തേക്ക് ലാളിത്യത്തോടും ലക്ഷ്യബോധത്തോടും കൂടി വരുന്നു. പക്ഷേ ഇത് വെറും വാക്കുകളുടെ ആവർത്തനമാകരുത്. ഇത് അനുഭവിക്കുക, സങ്കൽപ്പിക്കുക. നിങ്ങളുടെ എല്ലാ ബില്ലുകളും അടച്ചു തീർന്നു. നിങ്ങളുടെ മുഖത്ത് പുഞ്ചിരിയുണ്ട്. നിങ്ങൾക്ക് സമയത്തിന്റെ സ്വാതന്ത്ര്യമുണ്ട്. എന്നിട്ട് നോക്കൂ നിങ്ങളുടെ ഊർജ്ജം എങ്ങനെ മാറുന്നുവെന്ന്. കാരണം നിങ്ങളുടെ തരംഗം മാറുമ്പോൾ നിങ്ങളുടെ ലോകവും മാറുന്നു. നിങ്ങൾ ഇതിന് തയ്യാറാണോ? അതോ നിങ്ങളുടെ പഴയ ചിന്താഗതിയെ ഒരിക്കൽ കൂടി വിജയിക്കാൻ അനുവദിക്കുമോ? പണം വരുന്നത് തരംഗങ്ങളിൽ നിന്നാണ്, കഠിനാധ്വാനത്തിൽ നിന്നല്ല. ഈ പ്രപഞ്ചത്തിലെ എല്ലാം ചലനാത്മകമാണ്. ഒന്നും സ്ഥിരമായി നിൽക്കുന്നില്ല. ഒരൊറ്റ നിമിഷം പോലും. നിങ്ങളിപ്പോൾ ഇരിക്കുന്നിടത്ത് പോലും നിങ്ങളൊരു ഊർജ്ജരൂപത്തിൽ, ഒരു പ്രത്യേക കമ്പനത്തിൽ, വൈബ്രേഷൻ വിറയ്ക്കുന്നുണ്ട്. നിങ്ങളൊരു പക്ഷേ ഇതിനെക്കുറിച്ച് മുമ്പ് ചിന്തിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഇതാണ് സത്യം. ഈ തരംഗമാണ് നിങ്ങൾ എന്തിനെ ആകർഷിക്കുമെന്ന് തീരുമാനിക്കുന്നത്. അത് പണമാകട്ടെ, അവസരങ്ങളാകട്ടെ, ബന്ധങ്ങളാകട്ടെ. നിങ്ങൾക്ക് ശരിക്കും സമ്പത്തിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ വെറും സ്വപ്നത്തിലല്ല, യാഥാർത്ഥ്യത്തിൽ. നിങ്ങൾ ഈ അടിസ്ഥാന കാര്യം മനസ്സിലാക്കണം. പണം വരുന്നത് കഠിനാധ്വാനത്തിൽ നിന്നല്ല, മറിച്ച് തരംഗങ്ങളിൽ നിന്നാണ്. നിങ്ങൾക്ക് എല്ലായിടത്തും ഭാഗ്യം തുണയ്ക്കുന്ന ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം. അവർക്ക് അവസരങ്ങൾ ലഭിക്കുന്നു, പണം വരുന്നു. നിങ്ങളൊരുപക്ഷെ നിങ്ങളോട് തന്നെ ചോദിച്ചിട്ടുണ്ടാകാം, എന്റെ കയ്യിൽ ഇല്ലാത്ത എന്താണ് ഇവരിലുള്ളത്? അങ്ങനെയാണെങ്കിൽ ഇതാണ് യഥാർത്ഥ കാരണം കമ്പനം നിങ്ങളുടെ വാക്കുകളോടല്ല, മറിച്ച് നിങ്ങളുടെ വികാരങ്ങളോടാണ് പ്രതികരിക്കുന്നത്. നിങ്ങൾ ദിവസം മുഴുവൻ ഞാൻ ധനികനാണ് എന്ന് ആവർത്തിച്ചാലും ഉള്ളിൽ ഭയം അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദാരിദ്ര്യത്തിന്റെ തരംഗങ്ങളാണ് അയക്കുന്നത്. പ്രപഞ്ചം അതെപ്പോഴും ചെയ്യുന്നതുപോലെ അതേ ഊർജ്ജം തിരികെ നൽകുന്നു. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കുറവുണ്ട് എന്ന അനുഭവം ലഭിക്കുന്നു. യഥാർത്ഥ ജീവിതത്തിൽ ഇതെങ്ങനെ കാണപ്പെടുന്നു? എപ്പോഴെങ്കിലും സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെടുകയും ഒന്നിനു പുറകെ ഒന്നായി പ്രശ്നങ്ങൾ വരികയും ചെയ്തിട്ടുണ്ടോ? കാർഡ് ബ്ലോക്കായി അപ്രതീക്ഷിതമായി ചെലവ് വന്നു, വീട്ടിൽ വഴക്കുകൾ തുടങ്ങി, എല്ലാം ഒരേ സമയം തകർന്നു വീഴുന്നതുപോലെ. മറുവശത്ത് നിങ്ങൾ ശാന്തനും ആത്മവിശ്വാസമുള്ളവനുമായിരിക്കുമ്പോൾ പെട്ടെന്ന് കുറച്ച് അധിക പണം ലഭിക്കുകയോ ആരെങ്കിലും സഹായിക്കുകയോ ചെയ്യുന്നു. ഇത് യാദൃച്ഛികമല്ല. ഇത് നിങ്ങളുടെ തരംഗങ്ങളുടെ ഫലമാണ്. ഒരു വലിയ തീരുമാനമെടുക്കേണ്ടി വന്ന ഒരു സമയം ഞാൻ ഓർക്കുന്നു. തീരുമാനം അപകടകരമായിരുന്നു. അതിലന്ന് എന്റെ കൈവശമില്ലാത്ത പണവും ഉൾപ്പെട്ടിരുന്നു. എന്നാൽ ഞാൻ സംശയത്തിനു പകരം വിശ്വാസം തിരഞ്ഞെടുത്തു. ഞാൻ മുൻകൂട്ടി നന്ദി പറഞ്ഞു തുടങ്ങി. എല്ലാം വിജയിക്കുന്നതായി സങ്കൽപ്പിക്കാൻ തുടങ്ങി. ആ വിഭവങ്ങൾ എവിടെ നിന്നോ വന്നു. എന്റെ ഊർജ്ജത്തിൽ നിശ്ചിതത്വമുണ്ടായിരുന്നു. ആ നിശ്ചിതത്വമാണ് വഴിയെ ആകർഷിച്ചത്. ഇത് എന്റെ മാത്രം അനുഭവമല്ല. ന്യൂറോ സയൻസ് ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത് നമ്മുടെ വൈകാരിക നിലവാരം അവസരങ്ങൾ കാണാനുള്ള നമ്മുടെ കഴിവിനെ നേരിട്ട് ബാധിക്കുന്നു എന്നാണ്. ഭയത്തിലും സമ്മർദ്ദത്തിലും നിരന്തരം ജീവിക്കുന്നവരുടെ തലച്ചോറിലെ തീരുമാനമെടുക്കുന്നതിനും സർഗാത്മകതയുമായി ബന്ധപ്പെട്ടതുമായ ഭാഗം കുറവായിരിക്കും. അതായത് അവസരം നിങ്ങളുടെ മുന്നിലുണ്ടാകാം, പക്ഷേ നിങ്ങളുടെ തരംഗങ്ങൾക്ക് അത് പിടിച്ചെടുക്കാൻ കഴിയാത്തതിനാൽ നിങ്ങൾക്ക് അത് കാണാൻ പോലും കഴിയില്ല. ഇപ്പോൾ ഇത് നന്നായി മനസ്സിലാക്കുക. പണം ഒരു ഫലമാണ്. അത് നിങ്ങളുടെ മാനസികവും വൈകാരികവുമായ കമ്പനത്തിന്റെ ഫലമാണ്. നിങ്ങൾ സമ്പത്തിനെ ആകർഷിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം പണത്തെക്കുറിച്ച് നിങ്ങളുടെ ഉള്ളിലുള്ള വികാരം മാറ്റുക. നിങ്ങൾ ഒരുപാട് പണമുണ്ടെന്ന് ചിന്തിക്കുമ്പോൾ കുറ്റബോധം തോന്നാറുണ്ടോ? ഇത് നിങ്ങളെ അത്യാഗ്രഹിയോ തണുത്തവനോ ഒറ്റപ്പെട്ടവനോ ആക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എങ്കിൽ ഈ വികാരങ്ങളാണ് നിങ്ങളുടെ ഊർജ്ജത്തെ തടയുന്നത്. നിങ്ങൾ സമൃദ്ധിയുടെ ചിന്തയിൽ സന്തോഷം അനുഭവിക്കാൻ പഠിക്കണം. എല്ലാ ബില്ലുകളും എളുപ്പത്തിൽ അടയ്ക്കുന്നതിനെക്കുറിച്ചും പ്രിയപ്പെട്ടവരെ സഹായിക്കുന്നതിനെക്കുറിച്ചും സ്വാതന്ത്ര്യത്തോടെ യാത്ര ചെയ്യുന്നതിനെക്കുറിച്ചും സങ്കൽപ്പിക്കുക. ഇതെല്ലാം ഇതിനകം നിങ്ങളുടേതാണെന്ന് കരുതുക. കാരണം അതാണ് സത്യം. നിങ്ങൾ ഓടേണ്ട ആവശ്യമില്ല. ഇതിനകം സമ്പന്നമായ ആ ഊർജ്ജവുമായി ബന്ധപ്പെടുക മാത്രം മതി. നിങ്ങളുടെ ബാങ്ക് ബാലൻസ് എന്തു പറയുന്നു എന്നതിലല്ല, ഉള്ളിൽ നിങ്ങൾക്ക് എന്തു തോന്നാൻ നിങ്ങൾ തീരുമാനിക്കുന്നു എന്നതിലാണ് യഥാർത്ഥ ശക്തി. അതുകൊണ്ട് പുറമേയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനു മുമ്പ് നിങ്ങളുടെ ആന്തരിക അവസ്ഥ മാറ്റുക. കാര്യങ്ങൾ മോശമാണെങ്കിൽ പോലും നിങ്ങളുടെ കൈവശമുള്ള 3 കാര്യങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ദിവസം ആരംഭിക്കുക. ഹൃദയത്തിൽ നിന്ന് നന്ദിയുള്ളവരായിരിക്കുക. കാരണം ഈ കമ്പനമാണ് നിങ്ങളെ സമൃദ്ധിയുടെ തലത്തിലേക്ക് കൊണ്ടുപോകുന്നത്. പരാതികൾ അവസാനിക്കുന്നിടത്ത് സമൃദ്ധി ആരംഭിക്കുന്നു. നിങ്ങൾ ദിവസവും ഇത് പരിശീലിക്കുമ്പോൾ കാര്യങ്ങൾ മാറാൻ തുടങ്ങും. ശരിയായ ആളുകൾ വഴിയിൽ വരുന്നു, ആശയങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു, പണം അപ്രതീക്ഷിത സ്രോതസ്സുകളിൽ നിന്ന് വരാൻ തുടങ്ങുന്നു. നിങ്ങളിപ്പോൾ ചിന്തിക്കുകയാണെങ്കിൽ ഇതൊന്നും പ്രവർത്തിക്കില്ല. നിങ്ങളോട് തന്നെ ചോദിക്കൂ, നിങ്ങൾ ഇതുവരെ ചെയ്തുവന്നത് പ്രവർത്തിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഒരുപക്ഷെ മാറ്റത്തിനുള്ള സമയമായിരിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്നതിനെയല്ല, നിങ്ങൾ അനുഭവിക്കുന്നതിനെയാണ് നിങ്ങൾ ആകർഷിക്കുന്നത്. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മാറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ബാങ്കിലല്ല, നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് തുടക്കം. ആകർഷണ നിയമം പ്രവർത്തിക്കാത്തത് എന്തുകൊണ്ട്? ആകർഷണ നിയമം എനിക്ക് വേണ്ടി പ്രവർത്തിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട്. ഞാൻ പോസിറ്റീവായി ചിന്തിക്കുന്നു, ഉറപ്പുകൾ പറയുന്നു, വീഡിയോകൾ കാണുന്നു, പുസ്തകങ്ങൾ വായിക്കുന്നു. എന്നിട്ടും എന്റെ ജീവിതം പഴയതുപോലെ തന്നെ നിലനിൽക്കുന്നു. നിങ്ങളുടെ ഈ നിരാശ ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ഞാനും ഒരിക്കൽ ഈ അവസ്ഥയിലായിരുന്നു. യഥാർത്ഥത്തിൽ ആകർഷണ നിയമം എപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. അത് സജീവമല്ലെന്ന് നിങ്ങൾക്ക് തോന്നിയാലും ഫലങ്ങൾ ലഭിക്കുന്നില്ലെങ്കിൽ നിയമത്തിന് തെറ്റുപറ്റിയതല്ല, മറിച്ച് നിങ്ങൾ അത് ഉപയോഗിക്കുന്ന രീതിക്കാണ്.
ഒരു കാര്യം ചിന്തിക്കുന്നതും അത് അനുഭവിച്ച് സത്യമാണെന്ന് വിശ്വസിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. മിക്ക ആളുകൾക്കും ഈ ഭാഗത്താണ് പിഴവ് പറ്റുന്നത്. നിങ്ങളുടെ ബോധമനസ്സ്, കോൺഷ്യസ് മൈൻഡ് പറയുന്നത് ഞാൻ ധനികനാകാൻ ആഗ്രഹിക്കുന്നു എന്നതുകൊണ്ട് മാത്രം ജീവിതം മാറില്ല. ഇത് ഒരു ഡ്രൈവർ ആക്സിലേറ്ററിൽ ചവിട്ടുന്നതിന് തുല്യമാണ്. പക്ഷേ ഹാൻഡ് ബ്രേക്ക് ഉപബോധ മനസ്സ് ഇപ്പോഴും വലിച്ചിട്ടിരിക്കുന്നു. നിങ്ങൾ പണം ആഗ്രഹിക്കുന്നു, പക്ഷേ ഉള്ളിൽ ഭയമുണ്ട്. നിങ്ങൾ വിജയത്തെക്കുറിച്ച് സംസാരിക്കുന്നു, പക്ഷേ ഉള്ളിൽ കുറ്റബോധം ഒളിച്ചിരിപ്പുണ്ട്. നിങ്ങൾ തയ്യാറാണെന്ന് പറയുന്നു, പക്ഷേ കമ്പനം സംശയത്തിലാണ്. ഇതാണ് പ്രപഞ്ചത്തിന് ലഭിക്കുന്ന ഊർജം. നിങ്ങൾ നിരന്തരം എന്താണോ അനുഭവിക്കുന്നത് അതിനെയാണ് നിങ്ങൾ ആകർഷിക്കുന്നത്. കണ്ണാടിയുടെ മുന്നിൽ 30 സെക്കൻഡ് നിങ്ങൾ പറയുന്നതിനെയല്ല. നിങ്ങളുടെ ആന്തരിക വിശ്വാസങ്ങളുമായി പൊരുത്തപ്പെടാത്തതുവരെ സ്ഥിരീകരണങ്ങൾക്ക് ശക്തിയില്ല. നിങ്ങൾ ഞാൻ ധനികനാണ് എന്ന് പറയുമ്പോൾ ഉള്ളിൽ നിന്ന് ഒരു ശബ്ദം, നുണ, നിന്റെ ബാങ്ക് അക്കൗണ്ട് നോക്കൂ എന്ന് പറയുകയാണെങ്കിൽ കമാൻഡ് കുട്ടിക്കാലം മുതലേ പ്രോഗ്രാം ചെയ്യപ്പെട്ട ആ പഴയ ശബ്ദത്തിന്റെ കയ്യിലാണ്. പോസിറ്റീവായി ചിന്തിച്ചതുകൊണ്ട് മാത്രം യാഥാർത്ഥ്യം മാറില്ല. ബോധമനസ്സ് ചിന്തകൾ മാറ്റിയാലും വൈകാരിക ശരീരം ഇപ്പോഴും കുറവിന്റെ തരംഗത്തിൽ വിറയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ നിൽക്കും. ഏറ്റവും വഞ്ചനാപരമായ കാര്യം ഇതെല്ലാം ഉപബോധപരമായി സംഭവിക്കുന്നു എന്നതാണ്. നിങ്ങൾ ശ്രമിക്കുകയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു, പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങൾ അറിയാതെ സ്വയം തടസ്സപ്പെടുത്തുകയാണ്. ഒരു തവണ ഞാൻ വളരെ കഴിവുള്ള ഒരു എക്സിക്യൂട്ടീവിനെ കണ്ടുമുട്ടി. അദ്ദേഹത്തിന് മാനേജ്മെന്റിൽ ബിരുദാനന്തര ബിരുദമുണ്ട്, പല ഭാഷകൾ അറിയാം, വർഷങ്ങളുടെ അനുഭവമുണ്ട്. എന്നിട്ടും അയാൾ കടത്തിൽ മുങ്ങിക്കിടക്കുകയായിരുന്നു, ആശയക്കുഴപ്പത്തിലായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ബോബ്, ഞാൻ നിങ്ങളുടെ പുസ്തകങ്ങൾ വായിക്കുന്നു, വീഡിയോകൾ കാണുന്നു, എല്ലാം ശരിയായി ചെയ്യുന്നു, പക്ഷേ ഒന്നും മാറുന്നില്ല. വിജയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിന് എന്തു തോന്നുന്നു എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം നിശബ്ദനായി. കുറച്ചു കഴിഞ്ഞ് അദ്ദേഹം സമ്മതിച്ചു, ഞാനൊരു വഞ്ചകനാണെന്ന് എനിക്ക് തോന്നുന്നു, ഒരുപക്ഷെ ഞാൻ ഉള്ളിൽ അതിന് യോഗ്യനല്ലായിരിക്കാം. അവിടെയായിരുന്നു ഉത്തരം. അദ്ദേഹത്തിന്റെ ചിന്തകൾ വിദ്യാസമ്പന്നമായിരുന്നു, പക്ഷേ ഹൃദയത്തിൽ മുറിവുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കമ്പനം ആത്മവിശ്വാസത്തിന്റേതല്ല, കുറ്റബോധത്തിന്റേതായിരുന്നു. ഈ ഊർജം മാറാത്തിടത്തോളം കാലം ബാഹ്യ സാഹചര്യങ്ങളും മാറില്ല. നിങ്ങൾക്ക് അപാരമായ കഴിവുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? പക്ഷേ ഉള്ളിൽ എന്തോന്ന് നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നു, നിങ്ങളുടെയും ലക്ഷ്യത്തിനുമിടയിൽ ഒരു അദൃശ്യമതിൽ പോലെ. ഈ തടസ്സത്തെയാണ് നമ്മൾ ഊർജ്ജ അസന്തുലിതാവസ്ഥ, എനർജി ഇംബാലൻസ് എന്ന് വിളിക്കുന്നത്. വാക്കുകൾ ആവർത്തിക്കുന്നത് നിർത്തി യഥാർത്ഥ വികാരങ്ങൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ മാത്രമാണ് ഇതില്ലാതാകുന്നത്. നിങ്ങൾ പണത്തെ ആകർഷിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വെറുതെ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. സമ്പന്നനാകുന്നതിന്റെ വികാരം ഉള്ളിൽ അനുഭവിക്കണം. എല്ലാ ദിവസവും നിങ്ങൾ ബോധപൂർവം ഞാൻ ധനികനാകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോഴും നിങ്ങളുടെ നാഡീവ്യൂഹം, നെർവസ് സിസ്റ്റം ജാഗ്രത പാലിക്കുന്നു. ഇത് അപകടമാണ്. നിങ്ങൾ സ്വയം തടസ്സപ്പെടുത്തുന്നു. നിങ്ങൾ തീരുമാനങ്ങൾ വൈകിപ്പിക്കുന്നു, അവസരങ്ങൾ പാഴാക്കുന്നു, ഒഴികഴിവുകൾ കണ്ടെത്തുന്നു. എന്നിട്ട് അതേ പഴയ ചക്രത്തിൽ കുടുങ്ങിക്കിടക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ ആന്തരിക സുരക്ഷാ സംവിധാനത്തെ വീണ്ടും പരിശീലിപ്പിക്കാൻ തുടങ്ങുമ്പോഴാണ് മാറ്റം സംഭവിക്കുന്നത്. നിങ്ങൾ പണത്തെ പോസിറ്റീവായ, ലളിതമായ, ശുഭകരമായ ഒന്നായി ബന്ധപ്പെടുത്താൻ തുടങ്ങണം. നിങ്ങൾ സ്വയം സമ്പന്നനായി സങ്കൽപ്പിക്കാൻ അനുവദിക്കുമ്പോഴും കുറ്റബോധത്തിനു പകരം സന്തോഷം അനുഭവിക്കുമ്പോഴുമാണ് യഥാർത്ഥ മാറ്റം ആരംഭിക്കുന്നത്. ഇത് ഒറ്റരാത്രി കൊണ്ട് സംഭവിക്കുന്ന ഒന്നല്ല, മറിച്ച് ബോധപൂർവമായ ഒരു തീരുമാനത്തോടെയാണ് ഇത് ആരംഭിക്കുന്നത്. യേൽ യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ച ഒരു ഗവേഷണ പ്രകാരം ദിവസവും 5 മിനിറ്റ് പോസിറ്റീവ് വൈകാരിക ഭാവന ചെയ്യുന്നവർ വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ടാക്കുകയും വേഗത്തിൽ ഫലങ്ങൾ നേടുകയും ചെയ്യുന്നു. ഇത് ആത്മീയമായ സങ്കല്പമല്ല, മറിച്ച് ശാസ്ത്രമാണ്. ആകർഷണ നിയമം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ആരും കാണാത്തപ്പോൾ നിങ്ങളുടെ ഊർജം എങ്ങനെയുണ്ടെന്ന് ആദ്യം നോക്കുക. കാരണം അവിടെയാണ് എല്ലാം ഒളിച്ചിരിക്കുന്നത്, എല്ലാം മാറ്റാനുള്ള താക്കോലും. നിങ്ങൾ ഒരു മാന്ത്രിക മന്ത്രം ആവർത്തിക്കേണ്ട ആവശ്യമില്ല. സമൃദ്ധിയോടെ, സ്വയം യോഗ്യനും ശാന്തനും സുഖമുള്ളവനുമായി തോന്നേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ സംഭവിക്കുമ്പോൾ എല്ലാം മാറാൻ തുടങ്ങും. റേഡിയോ സ്റ്റേഷൻ മാറ്റുന്നതുപോലെ നിങ്ങൾ നിങ്ങളുടെ മാനസിക ഘടന, മെന്റൽ ഫ്രെയിംവർക്ക് മാറ്റുമ്പോൾ നിങ്ങളുടെ തീരുമാനങ്ങൾ, നിങ്ങളുടെ പെരുമാറ്റം, നിങ്ങളുടെ ഫലങ്ങൾ എന്നിവ താനെ മാറുന്നു. ലോകം മാറുന്നില്ല, മറിച്ച് നിങ്ങളൊരു പുതിയ ആവൃത്തിയിൽ, ഫ്രീക്വൻസി പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. ആ ഊർജ്ജവുമായി പൊരുത്തപ്പെടാൻ പ്രപഞ്ചം മുഴുവൻ തുടങ്ങുന്നു. ഇത് നിങ്ങൾ റേഡിയോയുടെ സ്റ്റേഷൻ മാറ്റുന്നത് പോലെയാണ്. നിങ്ങൾ ടവറിനെ നന്നാക്കേണ്ടതില്ല, ഒരു ബട്ടൺ തിരിക്കുക മാത്രം മതി, പെട്ടെന്ന് നിങ്ങളുടെ ട്യൂൺ മാറുന്നു. ജീവിതവും ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ആന്തരിക ബട്ടൺ തിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന കാര്യങ്ങൾ ആ പുതിയ ആവൃത്തിക്ക് അനുസൃതമായി മാറാൻ തുടങ്ങുന്നു. നിങ്ങൾ ചിന്തിക്കുന്ന, അനുഭവിക്കുന്ന, പ്രതികരിക്കുന്ന രീതിയെ നിയന്ത്രിക്കുന്ന അദൃശ്യമായ ഘടനയാണ് പാരഡൈം. ഇത് പറയാതെ നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശ നിർണ്ണയിക്കുന്നു. നിങ്ങൾ എല്ലാ ദിവസവും എങ്ങനെ എഴുന്നേൽക്കുന്നു, സ്വയം എങ്ങനെ കാണുന്നു, എത്ര വരുമാനം പ്രതീക്ഷിക്കുന്നു, പണം എങ്ങനെ ചെലവഴിക്കുന്നു അല്ലെങ്കിൽ ലാഭിക്കുന്നു, ഇതെല്ലാം നിങ്ങൾ എപ്പോഴോ പഠിച്ച അതേ പഴയ ഘടനയാണ് നിർണ്ണയിക്കുന്നത്. ഏറ്റവും പ്രധാനമായി ജീവിക്കാനുള്ള ഒരേയൊരു വഴിയായി നിങ്ങളിത് ദിവസവും ആവർത്തിക്കുന്നു. എന്നാൽ ഇത് വെറുമൊരു പഠിച്ച കാര്യമാണ്. പഠിച്ചതിനെ വീണ്ടും പഠിക്കാൻ സാധിക്കും. തങ്ങളുടെ ജീവിതം മാറ്റാൻ പോരാടുകയോ നിർബന്ധിച്ച് ഒരു പുതിയ യാഥാർത്ഥ്യം കൊണ്ടുവരികയോ ചെയ്യണം എന്നാണ് ആളുകൾ ചിന്തിക്കുന്നത്. പക്ഷേ ഇതും അതേ പഴയ ചിന്തയുടെ കെണിയാണ്.
യഥാർത്ഥ മാറ്റം നിർബന്ധിച്ചുണ്ടാകുന്നതല്ല. നിങ്ങളുടെ മാനസികവും വൈകാരികവുമായ അടിത്തറ മാറുമ്പോൾ അത് സ്വാഭാവികമായി സംഭവിക്കുന്നു. പാരഡൈം മാറിയ ഉടൻ നിങ്ങളുടെ തീരുമാനങ്ങൾ, പെരുമാറ്റം, ഫലങ്ങൾ എന്നിവ മാറുന്നു. നിങ്ങൾ ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. മുമ്പ് പ്രശ്നങ്ങൾ കണ്ടിരുന്നിടത്ത് അവസരങ്ങൾ തിരിച്ചറിയുന്നു. പതുക്കെ നിങ്ങൾ അസാധ്യമായതിനെപ്പോലും ആകർഷിക്കാൻ കഴിയുന്ന വ്യക്തിയായി മാറുന്നു. ഞാനിത് വളരെ തീവ്രമായി ജീവിച്ചിട്ടുള്ളതുകൊണ്ട് ഇപ്പോൾ ഇത് നിഷേധിക്കാൻ കഴിയില്ല. എന്റെ ചിന്താരീതിയുടെ ഘടന മാറ്റിയപ്പോൾ ഞാൻ കൂടുതൽ പണം സമ്പാദിക്കാൻ പഠിക്കുക മാത്രമല്ല ചെയ്തത്. ഞാനൊരു സമ്പന്ന വ്യക്തിയെപ്പോലെ ചിന്തിക്കാനും അനുഭവിക്കാനും പെരുമാറാനും തുടങ്ങി. അതോടൊപ്പം എന്റെ ലോകത്തിലെ എല്ലാം ക്രമീകരിക്കാൻ തുടങ്ങി. ശരിയായ ആളുകൾ വന്നു, ശരിയായ വാതിലുകൾ തുറന്നു. തെറ്റായ തെരഞ്ഞെടുപ്പുകൾ ഇനി ആകർഷകമായി തോന്നിയില്ല. ഞാൻ എന്റെ പുതിയ വ്യക്തിത്വത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നു. ഇത് സംഭവിക്കുമ്പോൾ ആന്തരിക പോരാട്ടം ഉണ്ടാകുന്നില്ല. നിങ്ങൾ എന്തെങ്കിലും ആകാൻ ശ്രമിക്കുന്നില്ല, നിങ്ങളത് ആയിത്തീരുന്നു. ഒരു നിമിഷം നിർത്തി ചിന്തിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ എത്ര തവണ നിങ്ങൾ എന്തെങ്കിലും മാറ്റാൻ ശ്രമിച്ചു? ഒരു ശീലം, ഒരു ലക്ഷ്യം, അല്ലെങ്കിൽ ഒരു സാഹചര്യം. അവസാനം നിങ്ങൾ എവിടെ തുടങ്ങിയോ അവിടെ തന്നെ തിരിച്ചെത്തി. ഇത് ഇച്ഛാശക്തിയുടെ കുറവല്ല, മാറ്റത്തിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന നിങ്ങളുടെ ഉപബോധ മനസ്സാണ്. കാരണം അത് നിങ്ങൾക്ക് സുരക്ഷിതത്വം നൽകാൻ ആഗ്രഹിക്കുന്നു. അത് അസുഖകരമാണെങ്കിൽ പോലും പരിചിതമായ ദുരിതമാണ് അപരിചിതമായ സന്തോഷത്തേക്കാൾ നല്ലതെന്ന് മനസ്സ് കരുതുന്നു. അതുകൊണ്ട് ചിന്താഗതിയുടെ ഘടന മാറ്റുക എന്നത് ആദ്യം ഒരു ധീരമായ കാര്യമാണ്. ഏറ്റവും ശക്തമായ കാര്യം ഇതാണ്: നിങ്ങൾക്ക് മുഴുവൻ വഴിയും അറിയേണ്ടതില്ല. ഉള്ളിൽ നിന്നെടുക്കുന്ന ഒരു തീരുമാനം മാത്രം മതി. ആ തീരുമാനത്തിൽ വൈകാരികമായ ദൃഢതയോടെ ഉറച്ചു നിൽക്കുക. നിങ്ങൾ ആരാകാൻ ആഗ്രഹിക്കുന്നുവോ ആ വ്യക്തിയെപ്പോലെ ജീവിക്കുക, ചിന്തിക്കുക, അനുഭവിക്കുക. യാതൊരു ഗ്യാരണ്ടിയും ഇല്ലാതെ നടപടിയെടുക്കുക. യാതൊരു തെളിവുമില്ലാതെ വിശ്വാസത്തോടെ സംസാരിക്കുക, പുഞ്ചിരിക്കുക. എല്ലാം ഇപ്പോഴും പഴയതുപോലെ കാണപ്പെടുന്നുണ്ടെങ്കിൽ പോലും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പ്രപഞ്ചം നിങ്ങൾ ആഗ്രഹിക്കുന്നതിനനുസരിച്ചല്ല, നിങ്ങളായിരിക്കുന്നതിനനുസരിച്ചാണ് പ്രതികരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളോട് തന്നെ ചോദിക്കുക, ഞാൻ എല്ലാ ദിവസവും ആരായി മാറുകയാണ്? ഞാൻ സമൃദ്ധിയെ ആകർഷിക്കുന്ന വ്യക്തിയാണോ? അതോ ഭയം, സംശയം, ഒഴികഴിവുകൾ എന്നിവയുമായി അതേ പഴയ പ്രതിച്ഛായ ആവർത്തിക്കുകയാണോ? ഇതെല്ലാം ഇപ്പോൾ നിങ്ങൾക്ക് വളരെ ദൂരെയാണെന്ന് തോന്നിയേക്കാം. പക്ഷേ അങ്ങനെയല്ല. ഇതെല്ലാം നിങ്ങളുടെ കൈയെത്തുന്ന ദൂരത്താണ്. അതുകൊണ്ടാണ് ഞാനൊരു നിർദ്ദേശം വയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. അടുത്ത 30 ദിവസത്തേക്ക് നിങ്ങൾ ഇതിനകം നിങ്ങളുടെ പുതിയ രൂപത്തിലേക്ക് മാറിയതുപോലെ ജീവിക്കുക. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി പൂർണ്ണമായും മാറിയതുപോലെ എല്ലാ ദിവസവും എഴുതുക. നിങ്ങളുടെ നേട്ടങ്ങൾ വിശദമായി സങ്കല്പിക്കുക. സ്വാതന്ത്ര്യം, സുരക്ഷ, ഔദാര്യം എന്നീ വികാരങ്ങൾ അനുഭവിക്കുക. ഇല്ലാത്തതിനെക്കുറിച്ച് കുറച്ച് സംസാരിക്കുക. വരാൻ പോകുന്നതിനെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഊർജ്ജം എങ്ങനെ ആ പുതിയ യാഥാർത്ഥ്യത്തിന് അനുസൃതമായി മാറാൻ തുടങ്ങുന്നു എന്ന് ശ്രദ്ധിക്കുക. ഇത് ശരിക്കും പ്രവർത്തിക്കുമോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇതൊന്ന് കേൾക്കുക. തോമസ് എഡിസൺ ബൾബ് ഉണ്ടാക്കുന്നതിനു മുമ്പ് 1000-ലധികം തവണ ശ്രമിച്ചു. എന്തുകൊണ്ടാണ് തോൽക്കാതിരുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ 1000 തവണ പരാജയപ്പെട്ടില്ല. ഞാൻ പ്രവർത്തിക്കാത്ത 1000 വഴികൾ കണ്ടെത്തി. ഇത് വെറും സ്ഥിരതയായിരുന്നില്ല, അത് ഒരു ചിന്താഘടനയായിരുന്നു. ലോകത്തെ പ്രകാശിപ്പിക്കുന്ന വ്യക്തിയായി എഡിസൺ സ്വയം കരുതി. ഒടുവിൽ ലോകം അത് യാഥാർത്ഥ്യമാക്കി. നിങ്ങൾ പ്രതിഭയായിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പുതിയ രീതിയിൽ ജീവിക്കുമെന്ന് മാത്രം തീരുമാനിക്കുക, ഒരു പുതിയ ആന്തരിക അവസ്ഥയോടെ. അപ്പോൾ എല്ലാം സ്വയം പുനഃസംഘടിപ്പിക്കും. നിങ്ങൾക്ക് അകലെയാണെന്ന് തോന്നുന്ന ആ സമ്പത്ത്, ആ സ്വാതന്ത്ര്യം, ആ വിജയം, അതെല്ലാം ഇതിനകം അവിടെയുണ്ട്. നിങ്ങൾ ആ ശരിയായ തരംഗവുമായി ബന്ധപ്പെടുക മാത്രം മതി. നിങ്ങൾ ഒരു പുതിയ ജീവിതത്തിനായി പോരാടേണ്ട ആവശ്യമില്ല. അതിനാവശ്യമുള്ള വ്യക്തിയായി നിങ്ങൾ മാറിയാൽ മതി. ബാക്കിയെല്ലാം താനെ വരും. യഥാർത്ഥ മാറ്റം മനസ്സിൽ നിന്നാണ് ആരംഭിക്കുന്നത്. സമൃദ്ധി നിങ്ങളുടെ പുറത്തല്ല, അത് നിങ്ങളുടെ ഉള്ളിലാണ്. നിങ്ങളുടെ പുതിയ മാനസിക ഘടനയോടെ സ്വതന്ത്രമാകാൻ കാത്തിരിക്കുന്നു. നിങ്ങളുടെ യാഥാർത്ഥ്യം മാറ്റാനുള്ള താക്കോൽ പരിമിതമായ വിശ്വാസങ്ങൾ ഉപേക്ഷിക്കുകയും നിങ്ങൾ ഇതിനകം സമൃദ്ധിക്ക് യോഗ്യനാണെന്ന് അംഗീകരിക്കുകയുമാണ്. ഇപ്പോൾ നിങ്ങൾ അടുത്ത പടിയിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ അറിവിലേക്ക് ഒരു പടി കൂടി കയറുകയും മുമ്പത്തേക്കാൾ മികച്ച വ്യക്തിയായി മാറുകയും ചെയ്യുന്നു. ഈ യാത്ര ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നതിന് നന്ദി. അടുത്ത വീഡിയോയിൽ നമ്മൾ കാണാം. ഞാൻ കാത്തിരിക്കും.